ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം ഭാഗം ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസീത്താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകമ്പൊക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്ന് കേകയ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകമ്പുക്കു നത്വായുധാജിത്തിനോട് ചൊല്ലിടിനാർ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോൽബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകമ്പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീ തൽകുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിതിനുത്തരം നാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകന്നതു കേട്ടു തൽപ്രിയം ആശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാനവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്ന് കേട്ടോരു ഭരതനും
ക്ഷോണീതലേ ദുഃഖവിഹ്വലാചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. ഭരതവിലാപം. ഹാ താത ദുഃഖസമുദ്രേ നിബഞ്ച്യ മാമേതൊരു ദിക്കിന്നു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക. ദുഃഖേന കിംഫലം ഈശ്വരകൽപ്പിതം എല്ലാം അറിക നീ അഭ്യുദയം വരുത്തിടിനേൻ ഞാൻ തവ. ലഭ്യമെല്ലാമേ ലഭിച്ചിതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും വരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീ ദേവി പാതിവൃത്യമാലംബ്യ ഭദ്രാസമം ഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചോ ഖേദേന രാമരാമേതി ദേവാലയം ബുക്കാൻ അറിയുന്നു. മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയും ആഹന്തശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്യമായി വന്നിതോ. പൂജ്യനായി വാഴുക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതോ കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാധി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരൂതിനി ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ. കാളകൂടം കുടിച്ചിടുവാനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുന്നിതോ മൂലം. ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം ബുക്കാൻ.
പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ ദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസായ ഗീതതു കൊണ്ട് മാതാവ് ഞാൻ പറയുന്നിതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണെ ഞാൻ അറിഞ്ഞത്രയല്ലെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശബദ്ധങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനാ ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർത്ഥാസനം ദുർലഭം വൃത്രാരിമുഖ്യത്രിദേ ശൗഖവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യോവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണം എല്ലാം സ്വകർമാവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുനാം വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ.
സ്വാഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും വർക്കിലോ. സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരം നായുള്ള ജീവിതകാലത്തിൽ എന്തൊരനാസ്ഥ മഹാജ്ഞാനിനാം ഉള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതാപത്രാഗ്രലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതീ നശ്വരം. പ്രാക്തനാ ദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലമിക്കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനാമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനീ ചിന്തിക്ക ഷഡ്ഭാവവും ഇല്ല. നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ. ഇത്തം അനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മസമൂഹവും. സത്വരം ഏതും വിഷാദമുണ്ടാകൊല. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ദശരഥൻ്റെ ചരമ എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. കൗസല്യാദേവിയോട് ദശരഥ മഹാരാജാവ് തനിക്ക് ഒരു മഹർഷിവര്യനിൽ നിന്ന് ലഭിച്ച ആ ഒരു ശാപവൃത്താന്തം പറയുകയും പുത്രശോകത്താൽ മരിക്കുമെന്നുള്ളതായിരുന്നല്ലോ ശാപം. അപ്പോൾ ആ ശാപം ഫലിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം സഹിക്കവയ്യാതെ ഹ രാമ, ഹ സീതേ, ഹ ലക്ഷ്മണ എന്നൊക്കെ വിലപിച്ചുകൊണ്ട് ദശരഥൻ സുരാലയം പ്രാപിച്ചു എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അടുത്ത ഭാഗം ഭരതാഗമനമാണ്. നോക്കൂ. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. നമുക്കറിയാം, ഭരതനും ശത്രുഘ്നനും കൈകേയി മാതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണ്. കേകയ രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അമ്മാവൻ യുദ്ധാജിത്തിൻ്റെ കൂടെ. ദശരഥൻ്റെ മരണവൃത്താന്തവും ഒന്നും അറിയാതെയാണ് ഭരതനും ശത്രുഘ്നനും കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പൊ നോക്കൂ. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. രാജകുടുംബത്തിലെ സ്ത്രീകൾ മാറത്തടിച്ച് വാവിട്ട് കരയുകയാണ്. കാരണം അവരുടെ മഹാരാജാവ് കാലപുരി പൂകിയിരിക്കുകയാണ്. ആ കോലാഹലം കേട്ടുകൊണ്ടാണ് വക്ഷസി താഠിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണേ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് മുഴറി സസംഭ്രമമന്തപുരം പുക്കരുളി ചെയ്തു. രാജകുടുംബത്തിലെ സ്ത്രീകൾ ഇപ്രകാരം വാവിട്ട് നിലവിളിക്കുന്ന ആ കോലാഹലം കേട്ടുകൊണ്ടാണ് സംഭ്രമത്തോടുകൂടി വസിഷ്ഠ മഹർഷി അവിടെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭൃത്യന്മാരോട് പറയുകയാണ്,
തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ. രാജാവിൻ്റെ സേവകന്മാരോട് പറയുക, രാജാവിൻ്റെ ശരീരം കേടാവാതിരിക്കാനായിട്ട് എണ്ണത്തോണിയിൽ ആക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ദൂതന്മാരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം, വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേകയ രാജ്യം അകമ്പുക്ക് ചൊല്ലുക. വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വളരെ വേഗത്തിലുള്ള കുതിരപ്പുറത്ത് കയറി, ഉള്ള തുരകത്തിൻ്റെ പുറത്ത് കയറി കുതിരയുടെ മേലേറി നിങ്ങൾ വേഗം തന്നെ കേകയ രാജ്യത്തിൽ ചെന്ന് കേകയ രാജ്യം അകമ്പുക്ക് ചൊല്ലുക. ഇപ്രകാരം പറയണം. എന്താണ് പറയേണ്ടത്? മാതുലനായ യുദ്ധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നനോടും ഭരതനെയും അതിവിദ്രുതം ചെന്ന് ചൊൽക എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ അയക്കുകയാണ്. ഇപ്രകാരമാണ് പറയേണ്ടത്. മാതുലനായ യുദ്ധാജിത്തിനോടാണ് പറയേണ്ടത്. യാതൊരു സമയവും കളയാതെ വളരെ വേഗം തന്നെ ഭരതശത്രുഘ്നന്മാരെ അയോധ്യയിലേക്ക് അയക്കണമെന്ന് പറയുന്നുണ്ട്. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒട്ടും വൈകാതെ തന്നെ ഭരതനെയും ശത്രുഘ്നെയും അയോധ്യയിലേക്ക് അയക്കണം. ഇപ്രകാരമുള്ള ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്ന് ചൊല്ലിനാൻ. ദൂതൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ബാലകന്മാരായ ശത്രുഘ്നനോടും ഭരതനോടും പറഞ്ഞു, വളരെ വേഗം തന്നെ നിങ്ങൾ അയോധ്യയിലേക്ക് പൊയ്ക്കൊള്ളൂ, പുറപ്പെടൂ എന്ന് പറയുന്നു. അങ്ങനെ ബാലന്മാർ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും വളരെ വേഗം തന്നെ അമ്മാവൻ പറയുന്നതനുസരിച്ചുകൊണ്ട് വളരെ വേഗം തന്നെ അവർ പുറപ്പെടുകയാണ്. ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി വെക്കൂ. എന്തോ ഒരാപത്ത് പിടിപെട്ടിട്ടുണ്ട്. അച്ഛനാണോ സഹോദരനാണോ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ആണോ എന്തെങ്കിലും ആപത്തുണ്ടായിരിക്കുന്നത് എന്നാണ് കുമാരന്മാർ ചിന്തിക്കുകയാണ്. എന്തായിരിക്കാം സംഭവിച്ചത് എന്നിങ്ങനെ വഴിമധ്യേ മുഴുവനും ആ ഒരു ചിന്തയാണ്. നമുക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനത്തെ ചിന്ത ഉണ്ടാകാം നമുക്ക്. അങ്ങനെ സന്താപത്തോടുകൂടി ദുഃഖത്തോടുകൂടി അവർ അയോധ്യാപുരിയിലെത്തി, അയോധ്യ രാജ്യത്ത് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവിടെ സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോൽ ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനം അകമ്പുക്കിതു. അപ്പോൾ അവർ അയോധ്യയിൽ എത്തിച്ചേർന്നു. അവിടെയാണെങ്കിലോ സന്തോഷമില്ല, ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, ഐശ്വര്യം തീരെയില്ല, ആൾത്തിരക്കുമില്ല. ഇങ്ങനെ ആയിരുന്നില്ല ഇവർ പോകുമ്പോൾ അയോധ്യ. വളരെ സന്തോഷത്തിൽ ആളുകൾ ഇങ്ങനെ രാമനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുമാരന്മാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നുള്ള സന്തോഷത്തിലിരിക്കുന്ന ആ ഒരു അയോധ്യയിൽ നിന്നാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി മാതാവിൻ്റെ ഗൃഹത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക്, രാജ്യത്തിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴുള്ള അയോധ്യ മാറിപ്പോയിരിക്കണം. അങ്ങനെ ഐശ്വര്യമില്ലാത്ത, സന്തോഷത്തിമിർപ്പുകളില്ലാത്ത ആ ഒരു ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്ന അയോധ്യ നഗരം കണ്ട് ഭരതശത്രുഘ്നന്മാരുടെ മനസ്സ് തന്നെ ചേതോഹീനമായിപ്പോയി. തേജോവിഹീനം അകമ്പുക്കിതു ചെന്ന് രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാർ. രാമനും ലക്ഷ്മണനും ഇല്ലാത്ത ആ കൊട്ടാരത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഭക്തിപൂർവം അമ്മയായ കൈകേയിയെ നമസ്കരിച്ചു. പുത്രനെ കണ്ട് സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കെ മുകർനാശി ചോദിച്ചിതു ഭദ്രമല്ലി തൽ കുലത്തിങ്കലൊക്കവേ മാതാവിനും
പിതൃഭ്രാത് ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലേ പറക നീ. തൻ്റെ പുത്രനെ അടുത്ത് കണ്ടതിൽ വളരെയധികം സന്തോഷചിത്തയായി കൈകേയി. സന്തോഷത്തോടുകൂടി പുത്രനെ തൻ്റെ കാൽക്കൽ നമസ്കരിച്ച് കിടക്കുന്ന മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറുകെ പുണർന്ന് മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ച് പ്രകാരം ചോദിക്കുകയാണ്, എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം സുഖമല്ലേ? അമ്മയ്ക്കും അച്ഛനും സഹോദരനുമൊക്കെ ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ, തൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് കൈകേയിയുടെ സംസാര രീതി. തുടർന്ന് നോക്കൂ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരം ആശു ഭരതനും ചൊല്ലിനാൾ. ഇപ്രകാരം കൈകേയി പറഞ്ഞപ്പോൾ അതിനുത്തരമായിട്ട് ഭരതൻ ഇങ്ങനെയാണ് പറയുന്നത്: ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതൻ എവിടെ വസിക്കുന്നു മാതാവേ. കേകയരാജ്യത്തെ വിശേഷങ്ങളല്ല ഭരതൻ പറയുന്നത്. ഭരതൻ പറയുകയാണ്, ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്ക് ഉള്ളിൽ. അച്ഛനെ കാണാത്ത കൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. താതൻ എവിടെ വസിക്കുന്നു മാതാവേ. അച്ഛൻ എവിടെയാണ് അമ്മേ ഉള്ളത്? മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ, താതനെ പണ്ട് കണ്ടീലൊരു നാളുമേ. അമ്മയെ പിരിഞ്ഞ് അച്ഛനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ താതൻ എവിടെ, അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. അവിടുന്ന് മാതാവേ ഒറ്റയ്ക്ക് ഇങ്ങനെ വസിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ പേടിയുണ്ട്, അതുപോലെ തന്നെ ദുഃഖവും വളരുകയാണ്. മൽപിതാവെങ്ങോ പറകുന്നത് കേട്ട് തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. ഇപ്രകാരം ഭരതൻ പറയുന്നത് കേട്ടിട്ട് കൈകേയി പറയുകയാണ്, ഭരതന് താൻ പറയുന്നത് വളരെ ഇഷ്ടമാകുമെന്ന് കരുതിയിട്ടാണ് കൈകേയി പറയുകയാണ്. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. എൻ്റെ മകനെ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിന്റെ ആഗ്രഹമെല്ലാം ഞാൻ സാധിച്ചിരിക്കുന്നു. തുടർന്ന് കൈകേയി പറയുകയാണ്, അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർക്കിതി ലഭിച്ചതിനാൽ ലഭിച്ചിടിനാൻ ത്വൽപിതാവെന്ന് കൈകേയി പറയുകയാണ്. മകനെ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയിരിക്കുകയാണ്, ഞാൻ സാധിപ്പിച്ചിരിക്കുകയാണ്. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി ലോകമെങ്ങും കീർത്തി പരത്തി നിന്റെ അച്ഛൻ സജ്ജനങ്ങളുടെ ഗതി പ്രാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർഗപ്രാപ്തി നേടിയിരിക്കുകയാണ്, നിന്റെ അച്ഛന് സ്വർഗം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. അപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് അച്ഛൻ സ്വർഗപ്രാപ്തി നേടി എന്ന് പറഞ്ഞപ്പോഴേക്കും ദുഃഖസമുദ്രത്തിൽ പതിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഭരതൻ. ക്ഷോണീതല ഭൂമിയിൽ വീണ് വിലാപം തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ നിലവിളിക്കാൻ തുടങ്ങി. അടുത്ത ഭാഗം ഭരതവിലാപമാണ്. ഹാ താത ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിന്നു പോയിത് ഭൂപതേ. ഹാ താത, അല്ലയോ പിതാവേ, ദുഃഖസമുദ്രത്തിൽ എന്നെ തള്ളിയിട്ടിട്ട് മുക്കിയിട്ട് അങ്ങ് ഏത് ദിക്കിലേക്കാണ് പോയത്? ഏത് ദിക്കിലേക്കാണ് അങ്ങ് പോയിരിക്കുന്നത്? നിയുജ്യമാം, എന്നെ നിയോഗിച്ചിട്ട്. നിയുജ്യ
എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. അല്ലയോ പിതാവേ, അങ്ങ് എന്നെയും ഈ അയോധ്യയെയും ഭരിക്കുന്നതിനുള്ള ചുമതലയൊന്നും രാഘവൻ്റെ കയ്യിൽ, ശ്രീരാമൻ്റെ കയ്യിൽ സമർപ്പിക്കാതെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയത്? അല്ലയോ ഗുണങ്ങളുടെ ഗുണനിധിയായിട്ടുള്ള, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ള അല്ലയോ പിതാവേ, അങ്ങ് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? ഞങ്ങൾക്കും ആരുടയോരിനി ദൈവമേ, ഞങ്ങൾക്ക് ആരാണ് ഇനി ഉടയോറായിട്ടുള്ളത്? അത് ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ഇനി ആരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കരയുകയാണ് ഭരതൻ ചെയ്യുന്നത്. പുത്രനീ വണ്ണം കരയുന്നത് നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ച്. ഇപ്പോൾ പുത്രൻ ഇങ്ങനെ ഇപ്രകാരം കരയുന്ന കണ്ടിട്ട് മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് കൈകേയി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ആശ്വസിച്ചിടുക ദുഃഖേന കിംഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. നീ ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്താണ് ഫലം? എല്ലാം ഈശ്വര കൽപ്പിതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നീ ആശ്വസിക്കുക. അഭ്യുദയം വരുത്തിയിടിനേ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. താൻ പറയുന്നത് തൻ്റെ പുത്രന് വളരെ പഥ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടമായ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൈകേയി പറയുന്നത്. നിനക്ക് ഐശ്വര്യത്തിന് വേണ്ടിയതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിനക്ക് കിട്ടേണ്ടതൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. ലഭ്യമെല്ലാമേ ലഭിച്ചതായി അറിയുക എന്നാണ് പറയുന്നത്. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. എൻ്റെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിട്ട് ദുഃഖം കൊണ്ട് തളർന്നിരിക്കുന്ന ആ ഭരതൻ പ്രകാരം ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? ഏതാനും ഒന്നും പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ. അമ്മേ, അച്ഛൻ മരിക്കുന്ന നേരത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൈകേയി മറുപടി പറയുകയാണ്. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ. എങ്ങനെയാണോ, എന്തു പറഞ്ഞുകൊണ്ടാണോ ദശരഥ മഹാരാജാവ് കാലപുരിക്ക് പോയത്, അത് അതേപോലെ തന്നെ കൈകേയി പറയുകയാണ്. രാമ രാമ കുമാര സീതേ ശ്രീരാമ ലക്ഷ്മണ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് കരഞ്ഞാണ് അദ്ദേഹം മരിച്ചത് എന്ന് കൈകേയി പറഞ്ഞു. ഇത് കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ, എന്തയ്യോ താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ? രാമനും സീതയും ലക്ഷ്മണനും അച്ഛൻ മരിക്കുന്ന സമയത്ത്, മരണസമയത്ത് ഇവരൊന്നും സമീപത്തില്ലായിരുന്നോ എന്ന് ദുഃഖത്തോടുകൂടി ഭരതൻ ചോദിക്കുകയാണ്. എന്നത് കേട്ട് കൈകേയി ചൊല്ലിയിടിനാൽ, മന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായത് കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനം തന്നെ വാഴിക്കണമെന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോട് അതിൻ പ്രകാരം പറയാമല്ലോ. അപ്പോൾ കൈകേയി പറയുകയാണ്, മഹാരാജാവ് രാമൻ അഭിഷേകം നടത്താൻ ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മകനെ വാഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാമൻ്റെ അഭിഷേകം മുടക്കി. അതിന് കാരണം ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞു. തുടർന്ന് കൈകേയി പറയുന്നു, 2 വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതുകാലം അർത്ഥിച്ചേൻ. അപ്പോൾ പണ്ട് 2 വരം നിന്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നിന്നെ വാഴിക്കണം, നിന്നെ രാജാവാക്കണം എന്നുള്ളതും മറ്റൊന്ന് രാമൻ വനത്തിന് പോകണം എന്നുള്ളതായിരുന്നു. അപ്പം അതാണ് ഞാനിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിന്റെ അച്ഛൻ എനിക്ക് തന്ന 2 വരത്തിൽ ആ 2 വരവുമാണ് ചോദിച്ചത് എന്നാണ് പറഞ്ഞത്. സത്യപരായണനായ നരപതി
പൃഥ്വീതലം നിനക്കു തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. അപ്പോൾ സത്യസന്ധനായ മഹാരാജാവ് രാജ്യം നിനക്ക് തന്നിട്ട് രാമനെ വനവാസത്തിനയച്ചു. ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. അങ്ങനെ അച്ഛൻ തന്ന 2 വരവും ഞാൻ ചോദിച്ചു വാങ്ങി. അങ്ങനെയാണ് രാമൻ വനവാസത്തിന് പോയതും നിനക്ക് രാജ്യം ലഭിച്ചതും. രാമൻ വനവാസത്തിന് പോയപ്പോൾ സീതാദേവി പാതിവൃത്യനിഷ്ഠയോടെ ഭർത്താവിനോടൊപ്പം പോയി. ലക്ഷ്മണനാണെങ്കിലോ സഹോദരനോടൊപ്പം പോവുകയും ചെയ്തു. താതൻ അവരെ നനച്ച് വിലാപിച്ച് ഖേദേന രാമരാമേതി ദേവാലയം പൂക്കാൻ എന്ന് അറിയുക. അപ്പോൾ അച്ഛൻ അവരെപ്പറ്റി വിചാരിച്ച് കരഞ്ഞ് കരഞ്ഞ് ദുഃഖത്തോടെ രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ സ്വർഗഗതി പ്രാപിക്കുകയാണ് ഉണ്ടായത് എന്ന് ദശരഥൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ മരണവൃത്താന്തം, മരണത്തിനുണ്ടായ കാരണം കൈകേയി തൻ്റെ പുത്രനായ ഭരതനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാതൃവാക്യം കേട്ട് ദുഃഖിച്ച് ഭൂമിയിൽ വീണു ഭരതനും. അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭരതൻ ബോധം കെട്ട് നിലത്ത് വീണു. തുടർന്ന് മോഹം കലർന്ന നേരത്ത് കൈകേയിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം, രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിത്, പൂജ്യനായി വാഴുക, ചാബല്യം കളഞ്ഞു നീ. തൻ്റെ മകൻ ഇങ്ങനെ ബോധം കെട്ട് വീണത് കണ്ടിട്ട് പിന്നീട് ഭരതന് ബോധം തെളിഞ്ഞ്. അങ്ങനെ തെളിഞ്ഞപ്പോൾ കൈകേയി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിനക്ക് രാജ്യം കിട്ടിയില്ലേ? ഈ ചാബല്യമൊക്കെ കളഞ്ഞ് വളരെ സംപൂജ്യനായിട്ട് സന്തോഷത്തോടു കൂടി നീ ഇനി രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞു. തുടർന്ന് ഭരതൻ്റെ പ്രതികരണം എങ്ങനെയാണ്? എന്ന് കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. കൈകേയി ഇപ്രകാരം പറഞ്ഞപ്പോൾ വളരെ കോപത്തോടുകൂടി അമ്മയെ ഒന്ന് നോക്കി. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്ന് ആധി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. കോപമാകുന്ന അഗ്നിയിൽ കൈകേയി വെന്ത് വെണ്ണീറായി പോകുമെന്ന് കണ്ടു നിന്നവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള കോപമാർന്ന നോട്ടമായിരുന്നു ഭരതൻ്റേത്. തുടർന്ന് ഭരതൻ പറയുകയാണ്, ഭർത്താവിനെ കൊന്ന പാപേ, മഹാഘോരേ, നിസ്ത്രപേ, നിർദ്ദയേ, ദുഷ്ടേ, നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ. അമ്മയുടെ നേരെ ശകാരവർഷം ചൊരിയുകയാണ് ഭരതൻ. ഭർത്താവിനെ കൊന്ന പാപേ, മഹാഭയങ്കരി, നിസ്ത്രപേ, നാണം കെട്ടവളെ, നിർദ്ദയെ, ദയയില്ലാത്തവളെ, ദുഷ്ടേ, നിശാചരി, രാക്ഷസി, നിന്നുടെ ഗർഭത്തിൽ പിറന്ന ഞാൻ മഹാപാപിയായി മാറിയിരിക്കുകയാണ്. മഹാപാപി ആയതുകൊണ്ടാണ് നിന്റെ ഗർഭത്തിൽ ജനിച്ചത് ഞാൻ എന്നൊക്കെ പറഞ്ഞു. നിന്നോടുരിയാടരുതിനി എന്ന് ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പൻ, അല്ലായിൽ കാളകൂടം കുടിച്ചിടുവൻ, അല്ലായിൽ വാളെടുത്താശു കഴുത്തെറുത്തിടുവിൻ. തുടർന്ന് ഭരതൻ പറയാണ്, ഞാൻ നിന്നോട് ഇനി സംസാരിക്കില്ല. ഒന്നുകിൽ ഞാൻ തീയിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് മരിക്കും, അതുമല്ലെങ്കിൽ വാളെടുത്ത് ഞാൻ എൻ്റെ കഴുത്തെറുക്കും. വല്ല കണക്കിലും ഞാൻ മരിച്ചാൽ മതി, വല്ല കണക്കിലും എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇല്ലൊരു സംശയം, ദുഷ്ടേ ഭയങ്കരി, ഏതു വിധത്തിലെങ്കിലും ഞാൻ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത് കാരണം നീ കുംഭീഭാഗമെന്ന നരകത്തിൽ പതിക്കാനിടയാകും. തീർച്ചയാണ്, നരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഭയങ്കരിയായ ദുഷ്ടേ, നീ കുംഭീഭാഗം എന്ന നരകത്തിലെ ഒരു വിഭാഗമാണ് കുംഭീഭാഗം എന്ന് പറയുന്നത്.
ഈ ഗംഭീഭാഗത്തിൽ തീർച്ചയായിട്ടും വീണുപോകും, ആ നരകത്തിൽ പതിക്കാനിടയാകും. ഇത്തരം മാതരം ഭത്സിച്ച് ദുഃഖിച്ച് സത്വരം ചെന്ന് കൗസല്യാഗൃഹം ഉക്കാൻ. പ്രകാരം മാതാവിനോട് കലഹിച്ചതിന് ശേഷം ശകാരിച്ചിട്ട് ഭരതൻ വേഗം തന്നെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പാതയെ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നിടിനാൽ തൻ്റെ പാദത്തിൽ ഓടിച്ചെന്ന് കൗസല്യയുടെ പാദങ്ങളിൽ മുറുകെ പിടിക്കുകയാണ്, പാദങ്ങളിൽ വീഴുകയാണ് ഭരതൻ. ആ ഭരതനെ മാതാവ് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായ ഒരു കൗസല്യ ചൊല്ലിയിടിനാൾ. അതിദീനയും എൻ്റെ മകൻ പിരിഞ്ഞതുകൊണ്ട് വളരെ മെലിഞ്ഞ് അതിദീനയായി കൗസല്യ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പ്രകാരം ഭരതനോട് പറയുകയാണ്, കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ അകപ്പെട്ട കാരണം എൻ്റെ മകൻ ദൂരത്തിലായിപ്പോയതുകൊണ്ട് എനിക്ക് കർമ്മദോഷങ്ങളെല്ലാം വന്നിരിക്കുകയാണ്. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ധാരികളായി വനം പ്രാപിച്ചിതെന്ന് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയായി കീടിനാൽ നിർദ്ദയം. എൻ്റെ മകനും വളരെ അകലത്തായി പോയിരിക്കുകയാണ്. എൻ്റെ കർമ്മദോഷം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും മരവരിയൊക്കെ എടുത്ത് ജടയൊക്കെ ധരിച്ച് കാട്ടിൽ പോയിരിക്കുകയാണ്. എന്നെ നിർദ്ദയം ദുഃഖസമുദ്രത്തിൽ ആഴ്ത്തിക്കൊണ്ട് അവർ പോയിരിക്കുകയാണ്. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്ന് ജാതനായി ഇടിനാൻ കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. അമ്മയുടെ ആ ഒരു ദീനരോധനമാണ് നമ്മിവിടെ കാണുന്നത്. എന്നെ നിർദ്ദയം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് എൻ്റെ മകൻ പോയിരിക്കുകയാണ്. രാമ രഘുവംശ നായകനായ നാരായണ പരമാത്മസ്വരൂപ ലോകനാഥ, അങ്ങ് തന്നെയാണല്ലോ എൻ്റെ മകനായിട്ട് വന്ന് ജനിച്ചിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ഈ ഒരു ദുഃഖം എന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വിധിബലം തന്നെയാണ്. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. വിധിയെ തടുക്കാൻ ബ്രഹ്മനും സാധ്യമല്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൗസല്യ വളരെ ദുഃഖിതയായിരിക്കുന്നതാണ് നാം കാണുന്നത്. ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനം ദുഃഖേന ചൊല്ലിനാൻ. ഇപ്രകാരം കരയുന്ന മാതാവിനെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം ഭരതൻ ദുഃഖത്തോടുകൂടി പറയുകയാണ്, ആതുരമാനസയായികയാൽ ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല, രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്ര എങ്കിലോ മാതാവേ. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കൗസല്യ പറയുന്നത് കേട്ടപ്പോൾ ദുഃഖത്തോടുകൂടി ഭരതൻ പറയുകയാണ്, അവിടുന്ന് ദുഃഖിക്കരുത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. എൻ്റെ അമ്മയായ കൈകേയിയാണ് രാമചന്ദ്രൻ്റെ രാജ്യാഭിഷേകം മുടക്കിയത്. ശ്രീരാമചന്ദ്രനാണേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. ബ്രഹ്മഹത്യാപാപം ചെയ്താലുണ്ടാകുന്ന പാപഫലം ഞാൻ അനുഭവിക്കാനിടയാകട്ടെ. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളാം അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠമുനിയെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ അരുന്ധതിയെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നാലുണ്ടാകുന്ന പാപങ്ങളെല്ലാം ഞാൻ അനുഭവിക്കും. അതായത് ഗുരുവിനെ നിഗ്രഹിച്ചാലുണ്ടാകുന്ന പാപം ബ്രഹ്മഹത്യാപാപം തന്നെയാണ്. ആ പാപം ചെയ്താലുള്ള ഫലം ഞാൻ അനുഭവിച്ചോട്ടെ. ഇങ്ങനെ നാനാ ശബദങ്ങളും ചെയ്ത് തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ഇപ്രകാരം പലതരത്തിലുള്ള ശബദങ്ങളൊക്കെ ചെയ്ത് പല ശബദമൊക്കെ ചെയ്ത് കഠിന ദുഃഖത്തോടുകൂടി കരയുന്ന ഭരതനോട് കൗസല്യ മാതാവ് ഇപ്രകാരം പറയുകയാണ്, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ, നിനക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു മകനെ. യുദ്ധം പറഞ്ഞ് പുണർന്ന് ഗാഠഗാഠം ഉത്തമാങ്കെ മുകർന്നാൾ അത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാർ. ആ കഥ കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും
മന്ത്രീജനത്തോടും അൻപോട് എഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. അപ്പം അങ്ങനെ കൗസല്യ പറഞ്ഞു, നിനക്ക് യാതൊരു ദോഷവുമില്ല മകനെ, അതെനിക്കറിയാം. കൗസല്യ ഇങ്ങനെ പറഞ്ഞിട്ട് ഭരതനെ ഗാഠമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചു. ഇത് കണ്ട് അവിടെ കൂടി നിന്നവരൊക്കെ തന്നെ വാവിട്ട് കരയുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കേട്ടറിഞ്ഞപ്പോഴാണ് വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടുകൂടി അവിടെ എത്തിയത്. ഭരതൻ ദുഃഖത്തോടുകൂടി ഗുരുവിനെ തൊഴുകയാണ് ചെയ്യുന്നത്. സന്താപത്തോട് തൊഴുതു ഭരതനും രോദനം കേട്ടരുൾ ചെയ്തു വസിഷ്ഠനും. വസിഷ്ഠൻ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് പറയുകയാണ്, ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുതാ ദത്വ ത്രിവിഷ്ടഭം ഗത്വ യഥാസുഖം ലബ്ധ്വ പുരന്ദര അർത്ഥാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിദശൗഖ വന്ദ്യനായി ആനന്ദമോടി ഇരുന്നീടിനാൻ. എന്തിനാണ് നീ ആനനം താട്ടി നേത്രാമ്പ് തൂകിയിടുന്നു? അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുകയാണ്, ഗുരു പറയുകയാണ്, ഖേദം മതി മതി കേളിത്, ദുഃഖിച്ചതൊക്കെ മതി, ഞാൻ പറയുന്നത് കേൾക്കൂ. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ, രാജാധിപനായ ദശരഥൻ മഹാരാജാവ് സത്യപരാക്രമനാണ്, അറിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. ആ മഹാരാജാവ് മർത്യസുഖങ്ങളാ രാജഭോഗങ്ങളും ഭുക്ത്വ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ. എന്നുവെച്ചാൽ ദശരഥ മഹാരാജാവ് രാജകീയ ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് വിധിപ്രകാരം വളരെ യാഗങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഭുക്ത്വ യഥാവിധി യജ്ഞങ്ങളും ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുതാ ദത്വ, ദക്ഷിണകളൊക്കെ ധാരാളം കൊടുത്തയാളാണ്. വിഷ്ടഭം ഗത്വ യഥാസുഖം ലബ്ധ്വ പുരന്ദരാർത്ഥാസനം ദുർലഭം. എന്നുവെച്ചാൽ വിധിപ്രകാരമുള്ള യാഗങ്ങളൊക്കെ ചെയ്ത് വളരെ ധനം ദക്ഷിണയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അനന്തരം സ്വർഗത്തിലെത്തി ദശരഥൻ ദുർലഭമായ ദേവേന്ദ്രൻ്റെ അർത്ഥാസനം ലഭിച്ചയാളാണ്. അങ്ങനെ ഇന്ദ്രാദികളാലൊക്കെ വന്ധ്യനായിട്ട് വൃത്രാരിമുഖ്യ ത്രിദശൗഖ വന്ധ്യനായി ആനന്ദമോട് ഇരിക്കുന്നതിനെന്ത്, അത് കണ്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ മുഖമൊക്കെ താഴ്ത്തി നേത്രാമ്പ് തൂകുന്നത്, കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അച്ഛൻ എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു, എല്ലാം സുഖഭോഗങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. ധാരാളം യാഗങ്ങൾ നടത്തിയ ആളാണ്. ധാരാളം ധനമൊക്കെ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു, ദാനം ചെയ്തിട്ടുള്ള ആളാണ്. കൂടാതെ വളരെ സുഖത്തോടുകൂടി ഇപ്പോൾ ഇന്ദ്രൻ്റെ അർത്ഥാസനം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്വർഗത്തിലാണുള്ളത്. ദുർലഭമായിട്ടാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത്. അത്രയ്ക്ക് ബഹുമാന്യതനായിട്ടാണ് ദശരഥ മഹാരാജാവ് ഉള്ളത്. സൗഭാഗ്യവാനാണ് അദ്ദേഹം. അങ്ങനെയുള്ള നിന്റെ പിതാവിനെ ഓർത്ത് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. ശുദ്ധാത്മന ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽ കാരണൻ. തുടർന്ന് ഭഗവാനെക്കുറിച്ച് പറയുകയാണ്. നിത്യനും അതുല്യനും ഏകനും സത്യസ്വരൂപനും സകല ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനുമായ ജന്മമരണങ്ങളില്ലാത്തവനായ ആ ഭഗവാൻ, ജഗൽ കാരണൻ, ഈ ജഗത്തിൻ്റെ കാരണനായ ആ ഭഗവാൻ, ദേഹമത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ച് കണ്ടാലൊരിക്കലും. അപ്പം ഇങ്ങനെയുള്ള ആ ഭഗവാൻ അങ്ങനെയുള്ള ആളാണ്. നിത്യനാണ്, ഏകനാണ്, സത്യസ്വരൂപനാണ്, എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ, ഈ ദേഹം, അങ്ങനെയുള്ള ആ ഭഗവാൻ ശുദ്ധമായ ആത്മാവാണ്. നമ്മുടെ ഈ ദേഹമാണെങ്കിലോ അത് ജഡമാണ്. ദേഹമിത്യർത്ഥം
ജഡമാണ്, ക്ഷണഭംഗുരമാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലട്ടുമേ. അത് ശുദ്ധിയൊന്നും ഇല്ലാത്തതാണ്. നമ്മുടെ ഈ ശരീരം ക്ഷണഭംഗുരമാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, അജ്ഞാനത്തിൻ്റെ കാരണമാണ്, അതുപോലെ തന്നെ മുക്തിക്ക് തടസ്സം നിൽക്കുന്നതാണ്, ശുദ്ധിയില്ലാത്തതാണ്. അങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മുടെ ദേഹമെന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിത്തെ വിചാരിച്ച് കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമല്ലേതുമേ. അതുകൊണ്ട് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആത്മാവാണ് പരിശുദ്ധമായത്. ആത്മാവിലാണ് ലയിക്കേണ്ടത്. ഭഗവാങ്കൽ ലയിക്കാനുള്ളതാണ്. ഭഗവാൻ തന്നെയാണ് ആത്മാവ്. നമ്മുടെ ശരീരം പെട്ടെന്ന് നശിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഓർത്തെന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുന്നു. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. ഇനി മരിച്ചവരെ കുറിച്ച് ഓർത്തിട്ട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും ഫലമുണ്ടോ? താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായ അടിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. അപ്പോൾ നോക്കൂ, അച്ഛനായാലും മകനായാലും മരിച്ചു കഴിയുമ്പോൾ മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിക്കാറില്ലേ? അങ്ങനെ മുറവിളി കൂട്ടിയിട്ട് ബോധം കെട്ട് വീഴുന്നവർ മൂഢന്മാരാണ്. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവരവരുടെ കർമ്മഫലം കഴിയുമ്പോൾ, ഈ കർമ്മപ്രക്ഷാളനം കഴിയുമ്പോൾ അവർ ഈ ഭൂമുഖത്ത് നിന്ന് മറഞ്ഞു പോകും. ഇത് സാധാരണമാണ്. അതിന് ഇങ്ങനെ ദുഃഖിച്ച് കരയേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ദുഃഖിച്ച് കരയുന്നവരാരാണ്? മഹാമൂഢരത്രേ എന്നാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായിട്ടുള്ളൂ. ഇഹലോക ജീവിതം വളരെ നിസ്സാരമാണ്. സജ്ജനങ്ങളോടുള്ള സഹവാസമാണ്, അത് മാത്രമാണ് ശുഭകരമായിട്ടുള്ളത് എന്ന് വസിഷ്ഠ മഹർഷി ഭരതന് പറഞ്ഞു കൊടുക്കും. നാം ഏവരും മനസ്സിലാക്കേണ്ടതും മഹത്വവും ബൃഹത്വമായ ആ ഒരു തത്വമാണ്, ആ ഒരു കേവലമായ ആ തത്വമാണ് ഗുരു ഭരതന് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ഇപ്പോൾ ലൗകിക ജീവിതം സുഖകരമാക്കാനായിട്ട് സഹായമായി വരേണ്ടത് എന്താണ്? ശാന്തിയാണോ? മനസമാധാനമാണ്. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ജന്മമുണ്ടായാൽ മരണം തീർച്ചയായിട്ടുണ്ടാവും. ജനനമുണ്ടായാൽ മരണമുണ്ടാകും. മരിച്ചവർക്ക് വീണ്ടും അവരുടെ കർമ്മഗതി അനുസരിച്ച് ജനനവും ഉണ്ടാകും. ഇത് നിശ്ചയമായ കാര്യമാണ്. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. ഇത് ആർക്കും തടയാൻ പറ്റുന്നതല്ല. ജനനമരണങ്ങൾ ആർക്കും തടയാൻ പറ്റുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ വന്ന് ഭവിക്കുന്നത്. പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. പുത്രന്മാര്, ബന്ധുക്കൾ, സമ്പത്ത്, ഭാര്യ മുതലായവയൊക്കെ വേർപെടുമ്പോൾ പരമാർത്ഥവർ അറിഞ്ഞവരാരും ദുഃഖിക്കാറില്ല. എന്നുവെച്ചാൽ സാധാരണ മനുഷ്യരായ നമുക്ക് ദുഃഖമുണ്ടാകില്ലേ? തീർച്ചയായും ദുഃഖമൊക്കെ ഉണ്ടാകും നമുക്ക്. പക്ഷെ അതിൻ്റെ പരമാർത്ഥ തത്വം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തിന് നമുക്ക് ശമനമുണ്ടാകുമെന്നുള്ളതാണ് സത്യം. സ്വേപേദമെന്നാൽ സുഖവുമില്ലേതുമേ. ഇവരൊക്കെ ജനിച്ചാൽ മരണമുണ്ടാകും. നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വേർപെട്ടു പോകും. അതിൽ വാസ്തവം അറിഞ്ഞവരാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നവർ സ്വോപേതം തന്നോട് ചേർന്നിരിക്കുന്നതാണ്, ഇതൊക്കെ തന്നോട് ചേർന്നിരിക്കുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർക്കാണ് സുഖമില്ലാത്തത്. എന്നാൽ ഇതൊന്നും തൻ്റേതല്ല, ഇതൊക്കെ വേർപെട്ട് പോകുന്നതാണ് എന്നറിഞ്ഞവർക്ക് ദുഃഖമുണ്ടാവില്ല. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിന് യന്ത്രസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ഇവിടെ പറയുകയാണ്,
ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഈ നശിച്ചാൽ അത് നിമിഷനേരം കൊണ്ട് നശിക്കുന്ന ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് ഉള്ളവർക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ബ്രഹ്മാണ്ട കോടികൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മാവിനാൽ സൃഷ്ടങ്ങളാണ്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിനെന്തൊരവസ്ഥ. അപ്പോൾ ഈ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങൾ അതൊക്കെ തന്നെ ക്ഷണഭങ്കുരമാണ്, നിമിഷനേരം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. സംഖ്യയില്ലാതോളം ഉണ്ടല്ലോ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിന് എന്തൊരവസ്ഥ മഹാജ്ഞാനിനാമുള്ളത്. മഹാജ്ഞാനികൾക്ക് ഇതിലൊന്നും താല്പര്യം തോന്നില്ല. നിമിഷനേരം കൊണ്ട് നശിക്കുന്ന ഈ ഒരു സൃഷ്ടിജാലങ്ങളിലൊന്നും താല്പര്യം ജ്ഞാനികൾക്ക് ഉണ്ടാകല്ല. മഹാജ്ഞാനിനാം വളരെ അറിവുള്ളവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ബന്ധമെന്തി ദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്ത് സസംഭ്രമം. അപ്പോൾ ഈ ദേഹത്തിനും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നത്, ദേഹത്തിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചിന്തിക്കുകയും അതേപോലെ തന്നെ മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്ത് സംഭ്രമം. ഈ മായയുടെ ശക്തിയും ഗുണങ്ങളും കണ്ടറിയുകയും ചെയ്തിട്ടുള്ളവർക്ക് എന്തെങ്കിലും പരിഭ്രമം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർക്കാണ് ഈ പരിഭ്രമമൊന്നും ഇല്ലാത്തത്, ഉണ്ടാകില്ല. സാധാരണക്കാർക്ക് ഈ പരിഭ്രമമൊക്കെ ഉണ്ടാകും. അതായത് ദേഹത്തിനും ആത്മാവിനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ അത് മായാശക്തി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ പരിഭ്രമമൊന്നുമില്ല. അതായത് ജനന മരണങ്ങളെ അവർ ആ രീതിയിലാണ് മനസ്സിൽ കൊടുക്കുക, മനസ്സിലാക്കുക എന്ന് ചുരുക്കം. കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചീടും ആയുസ്സതി നശ്വരം. എന്ന് വെച്ചാൽ കമ്പിത പത്രാഗ്ര ലഗ്നാംബു എന്ന് വെച്ചാൽ കമ്പിതം എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന, ഇളകുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. പത്രാഗ്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇലത്തുമ്പിൽ, പത്രം എന്ന് പറഞ്ഞാൽ ഇലയാണ്, ഇലയുടെ തുമ്പത്തിൽ ലഗ്നമായിരിക്കുന്ന, പറ്റിയിരിക്കുന്ന അമ്പുബിന്ദു അതായത് നീർത്തുള്ളി സമ്പതിച്ചിടും വീണുപോകും, അത് നശിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ ഇരിക്കുന്ന വെള്ളത്തുള്ളി ഏത് നിമിഷവും താഴെ വീഴുകയും അത് മണ്ണിൽ ലയിക്കുകയും ചെയ്യും. അതേപോലെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികൾ താഴെ വീഴില്ലേ, അതേപോലെയാണ് എന്ത് ആയുസ്. പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. നമ്മുടെ ജീവന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളി പോലെയാണ്. ചലിക്കുന്ന ഇലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം ഏത് നിമിഷവും താഴെ വീഴാം അല്ലേ, അതേപോലെയാണ് ആയുസ് ഏത് സമയത്തും അവസാനിച്ചേക്കാം. അത് പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. അപ്പോൾ മുജ്ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ നിമിത്തം ആത്മാവിന് വീണ്ടും ഒരു ശരീരം ലഭിക്കും. അങ്ങനെയാണ് ഈ ഒരു കർമ്മകാണ്ഡത്തിൽ പറയുന്നത്. എന്താ വെച്ചാൽ പുനരപി ജനനം പുനരപി മരണം, പുനരപി മരണം പുനരപി ജനനം. അതായത് നമ്മുടെ കർമ്മഗതിക്ക് അനുസരിച്ചിട്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. മുജ്ജന്മങ്ങളിലെ കർമ്മഫല നിമിത്തം കർമ്മകാണ്ഡത്തിൻ്റെ ആ ഒരു ബാക്കിപത്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആത്മാവ് ജനിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. എന്നുവെച്ചാൽ
മനുഷ്യൻ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച്, അതായത് മോശമായ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കാറില്ലേ, അതേപോലെ ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. അപ്പോൾ എപ്രകാരമാണോ ഒരു മനുഷ്യൻ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത്, അതേപോലെ ആത്മാവ് തൻ്റെ ജീർണിച്ച ഈ ശരീരം ഉപേക്ഷിച്ച്, അതായത് ജീർണിച്ച ശരീരം എന്ന് പറഞ്ഞു ഒന്നുകിൽ രോഗഗ്രസ്തം അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് നല്ല ശരീരത്തെ സ്വീകരിക്കുന്നു. ആര്? ആത്മാവ്. അങ്ങനെ കാലചക്രത്തിൻ ഭ്രമണവേഗത്തിൽ മൂലം ഈ കർമ്മഭേദങ്ങൾ അറിയുക നീ. അതുകൊണ്ടാണ് കാലചക്രത്തിൻ്റെ ഭ്രമണത്തിന് കാരണം പലതരത്തിലുള്ള കർമ്മങ്ങൾ തന്നെയാണ്. അതായത് ഈ കാലചക്രം ഇങ്ങനെ ചക്രത്തിൻ്റെ രൂപത്തിലാണെന്നല്ലോ പറയണത്. അതിങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ, ചുറ്റുമ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള കർമ്മങ്ങൾ തന്നെയാണ് അതിന് കാരണം. ആ ചുറ്റലിന് കാരണം പലതരത്തിലുള്ള കർമ്മങ്ങളാണ്. ആരുടെ കർമ്മങ്ങൾ? മനുഷ്യൻ്റെ കർമ്മങ്ങൾ തന്നെ. ഈ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലുന്നീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. തൻ്റെ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, വസിഷ്ഠ മഹാമുനി ഭരതന് പറഞ്ഞു കൊടുക്കുകയാണ്, ജന്മമെടുത്ത മനുഷ്യൻ തീർച്ചയായിട്ടും മരിക്കും. ജീർണവസ്ത്രം അപ്രകാരമാണോ ഉപേക്ഷിച്ച് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, അതേപോലെ കാലചക്രത്തിൻ്റെ ഭ്രമണത്തിനനുസരിച്ച് പലതരത്തിലുള്ള കർമ്മങ്ങൾ കാരണം ആത്മാവ് ജീർണവസ്ത്രം ഉപേക്ഷിച്ച് നല്ല ശരീരം സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യം ഇതാണ് പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് എന്ന് വസിഷ്ഠ മഹാമുനി പറയുകയാണ്. തുടർന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ്, ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവും ഇല്ല. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല, അതുപോലെ തന്നെ ഷഡ്ഭാവവുമില്ല. എന്തൊക്കെയാണ് ഈ ഷഡ്ഭാവങ്ങൾ? 6 ഭാവങ്ങളുണ്ട് മനുഷ്യർക്ക്. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിവയാണ് ഈ ഒരു 6 അവസ്ഥകൾ. ഈ 6 അവസ്ഥകൾ ഏതിനില്ല? ആത്മാവിനില്ല. നിത്യാനന്ദ സ്വരൂപൻ, നിരാകുലൻ, സത്യസ്വരൂപൻ, സകലേശ്വരൻ, ശാശ്വതൻ. നിത്യനാണ് ഭഗവാൻ. ആ ആത്മാവ് സത്യസ്വരൂപനാണ്. അതുപോലെ തന്നെ നിത്യാനന്ദ സ്വരൂപനാണ്, നിത്യമായ ആനന്ദസ്വരൂപനാണ്, ആനന്ദമൂർത്തിയാണ്, നിരാകുലനാണ്, യാതൊരു ദുഃഖവുമില്ലാത്തവനാണ്. ആ നാഥൻ സത്യരൂപനാണ്, സത്യം സ്വരൂപമായിട്ടുള്ളയാളാണ്, സകലേശ്വരനാണ്, സകലതിൻ്റെയും ഈശ്വരനാണ്, ശാശ്വതനാണ്, എപ്പോഴും നിലനിൽക്കുന്നയാളാണ്, നശ്വരനല്ല, ശാശ്വതനാണ്, ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ, സകലതിനും സാക്ഷിയായി നിൽക്കുന്നയാളാണ്. ബുദ്ധി, അതായത് സകലതിനും നാഥനും ശാശ്വതനും ബുദ്ധി തുടങ്ങിയവയ്ക്ക് സാക്ഷിയായി നിൽക്കുന്നവനും സർവാത്മാ സനാതനനാണ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മംഗളസ്വരൂപനാണ്, അദ്വയനേകനാണ്, അദ്വയനാണ്, ദ്വയമല്ലാത്തയാളാണ്, രണ്ടല്ലാത്ത ഒന്നായിരിക്കുന്നയാളാണ്. അതായത് ഈ ബുദ്ധിയാദി സാക്ഷി എന്ന് പറയുമ്പോൾ ബുദ്ധി മുതലായവയ്ക്ക് സാക്ഷിയായിട്ടുള്ളവനാണ് ഭഗവാൻ. അതായത് ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയോടൊന്ന് ബന്ധപ്പെടാതെ ഇവയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നയാളാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആരാണ്? സർവാത്മനാ സനാതനനാണ്, സനാതനനാണ്, ഉള്ളയാളാണ്, അദ്വയനാണ്, രണ്ടല്ലാത്ത ആളാണ്, ഏകനാണ്, പരനാണ്. പരൻ എന്ന് പറഞ്ഞാൽ മായാനിർമ്മിതമായ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് അന്യനായിട്ടുള്ളയാളാണ് പരൻ എന്ന് പറയുന്നത്. അതായത് ഈശ്വരൻ എന്നർത്ഥം. പിന്നെ അദ്ദേഹം പരമനാണ്, എല്ലാറ്റിലും ശ്രേഷ്ഠനാണ്, പരമപദം പ്രാപിച്ചിരിക്കുന്ന ആളാണ്, ശിവനാണ്, അദ്ദേഹം മംഗളസ്വരൂപനാണ്. ഇത്തം അനാരതം, ഇപ്രകാരം അനാരതം എപ്പോഴും ചിത്തത്തിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കുക. സകലതിനും ആനന്ദമൂർത്തിയാണ്, സത്യസ്വരൂപനാണ്, നാഥനാണ്, ശാശ്വതനാണ്, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇതിലൊക്കെ അതീതനായിട്ടുള്ള ആളാണ്, ഇതിലൊന്നും ബന്ധപ്പെടാത്ത ആളാണ്. ഇങ്ങനെ അദ്വൈനാണ്, പരനാണ്, പരമനാണ്, ശിവനാണ്
ഇത്തരത്തിൽ ഭഗവാനെ ചിന്തിച്ച് ചിത്തെ ദൃഢമായി അറിഞ്ഞ് ദുഃഖങ്ങളും തെക്വ, ഭഗവാനെ ഇങ്ങനെ അറിഞ്ഞ്, അതായത് ആത്മാവ് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് ദുഃഖങ്ങളൊക്കെ തെക്വ ഉപേക്ഷിച്ചിട്ട് കർമ്മസമൂഹം, കർമ്മങ്ങൾ അതായത് അനന്തര കർമ്മങ്ങൾ ഒക്കെ തന്നെ സത്വരം സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏതും വിഷാദമുണ്ടാകല, അങ്ങനെ മനസ്സിൽ ദൃഢമായി കൽപ്പിച്ചിരുന്നു കഴിഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ നിനക്കൊരിക്കലും ദുഃഖമുണ്ടാവില്ല അല്ലയോ ഭരതകുമാര എന്ന് ഗുരുവായ വസിഷ്ഠ മഹാമുനി ഉപദേശം കൊടുക്കുകയാണ്. അതായത് ശരീരം, ആത്മാവ് എന്തൊക്കെയാണ്, ആരാണ് ആത്മാവെന്നും പരമാത്മാ ചൈതന്യം എന്താണെന്നും ദുഃഖം ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭരതന് വസിഷ്ഠ മഹാമുനി. അടുത്ത ഭാഗം സംസ്കാര കർമ്മമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.